ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ളതാകുന്ന വേദഭാഗം നമുക്ക് വായിക്കുകയും നമുക്ക് ഒരുമിച്ച് ആ തിരുവചന ഭാഗം ധ്യാനിക്കുകയും ചെയ്യാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ളതാകുന്ന വേദഭാഗം ഒരാൾക്ക് ശബ്ദമുയർത്തി ദയവ് ചെയ്ത് വായിക്കാം. Praise the Lord. Praise the Lord. ഈ തിരുവചന ഭാഗം ഫിലിപ്പി ലേഖനത്തിൻ്റെ അതിൻ്റെ കൺക്ലൂഡിങ് എക്സോട്ടേഷനിൽ ഒന്നാണ്. ലേഖനം അവസാനിപ്പിക്കുന്ന അവസാനമായിട്ട് ദൈവത്തിൻ്റെ ഭൃത്യൻ അവരോട് പറയുന്ന ചില പ്രധാനപ്പെട്ട പ്രബോധന വചനങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില കൽപ്പനകളായിട്ട് ചില കാര്യങ്ങൾ താൻ പറയുകയാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആ തിരുവചന ഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആ തിരുവചന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവഭക്തി എന്നുള്ളത് ദൈവത്തിൽ ഉള്ളതാകുന്ന സന്തോഷവും ദൈവിക സാന്നിധ്യം വാഞ്ചിക്കലും, അല്ലെങ്കിൽ കർത്താവിൽ സന്തോഷിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. മറ്റൊന്ന്, ആ ജീവിതത്തിൻ്റെ ഫലമായിട്ട് പുറമേ കാണുന്ന ഒരു കാര്യം കൂടെ പൗലോസ് പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. താഴോട്ട് വായിക്കുന്നു, അങ്ങനെ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും കർത്താവ് എന്തു ചെയ്യും? കാക്കും. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്പോൾ നിശ്ചയമായിട്ടും ഈ ഒരു ക്രമമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ചില വിശ്വാസ സമ്പ്രദായങ്ങളല്ല, ദൈവത്തോടുള്ളതാകുന്ന ആ ഗാഠമാകുന്ന സ്നേഹബന്ധമാണ് ദൈവഭക്തി എന്നുള്ളത്. വിശ്വാസ സമ്പ്രദായങ്ങളല്ല ദൈവഭക്തി. അത് വളരെ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളിൽ ചിലർ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുക. ഒരു സഭയിൽ ഒരാഴ്ച ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ, രക്ഷയെക്കുറിച്ചുള്ളതാകുന്ന ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ, ആ സഭായോഗത്തിന് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എനിക്ക് രക്ഷിക്കപ്പെടാൻ താല്പര്യമുണ്ടെന്ന്. സഭയിലെ മെമ്പറാണ്, സ്നാനപ്പെട്ടയാളാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നാം മനസ്സിലാക്കണം, കേവലം ചില വിശ്വാസ സമ്പ്രദായങ്ങൾ നമ്മൾ ആചരിച്ചു പോരുന്നത് കൊണ്ട് ആരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് ചിന്തിക്കരുത്. അങ്ങനെയല്ല. കർത്താവുമായിട്ടുള്ള ആഴമാകുന്ന സ്നേഹബന്ധവും ദൈവിക സാന്നിധ്യത്തോടുള്ളതാകുന്ന താല്പര്യവും കർത്താവിൽ സന്തോഷിപ്പാനുള്ള മനോഭാവവും ദൈവിക സമാധാനം വാഴുന്ന ഒരു ജീവിതവുമാണ് രക്ഷിക്കപ്പെട്ടതിൻ്റെ തെളിവുകളിലൊന്ന്. അതാ പൗലോസ് ഇവരോട് പറയുന്നത്. അതൊരിക്കലും മറന്നുപോകരുത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ദൈവവചനം കേൾക്കുമ്പം നമ്മളെ തന്നെ ഒന്ന് പരിശോധിപ്പാനായിട്ട് നമ്മൾ തുനിയണം. നമ്മൾ ഈ തിരുവചന ഭാഗത്തിൻ്റെ എല്ലാ ഭാഗവും ഇന്ന് ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. അതുകൊണ്ട് തുടർച്ചയായിട്ട് 1-2 ആഴ്ചകൾ കൊണ്ട് നമുക്ക് ആ തിരുവചന ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം.
പൗലോസിൻ്റെ പശ്ചാത്തലത്തിൽ പൗലോസ് യഹൂദ പാരമ്പര്യത്തിൽ നിന്നും വന്നവനാണ്. ആ യഹൂദ പാരമ്പര്യമനുസരിച്ച് ദൈവഭക്തിയുടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഒന്ന്, കർത്താവിലുള്ള സന്തോഷം ദൈവഭക്തിയുടെ ഒരു ലക്ഷണമാണ്. രണ്ട്, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ദൈവഭക്തിയുടെ ഒരു ലക്ഷണമാണ് യഹൂദ പാരമ്പര്യമനുസരിച്ച്. മൂന്ന്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് യഹൂദൻ്റെ പാരമ്പര്യമനുസരിച്ച് ദൈവഭക്തിയുടെ ഒരു ലക്ഷണമാണ്. ഇത് സങ്കീർത്തന പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് 64-ാം സങ്കീർത്തനം 10-ാം വാക്യം, നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. നീതിമാന്റെ ലക്ഷണം എന്താ? അവൻ യഹോവയിൽ ആനന്ദിക്കുന്നു. 97-12, നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പീൻ. അപ്പോൾ ദൈവത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് ദൈവഭക്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിലുള്ളതാകുന്ന സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തിലുള്ളതാകുന്ന സന്തോഷമെന്ന് പറയുന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ സാഹചര്യങ്ങൾക്ക് അതീതമായിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ട് സാഹചര്യങ്ങൾക്ക് അതീതമായിട്ട് ദൈവത്തിൽ ആഴമായിട്ടുള്ള വിശ്വാസവും ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ദൈവവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷവും ആനന്ദവുമാണ് കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ. ആരും തെറ്റിദ്ധരിക്കരുത്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ല കർത്താവിൽ സന്തോഷിക്കുന്നത്. ചിരിക്കുന്ന മുഖം എപ്പോഴും നല്ലത് തന്നെയാണ്. ഇറ്റ് ഈസ് സോ അട്രാക്റ്റീവ്. പക്ഷെങ്കിൽ കർത്താവിൽ സന്തോഷിപ്പിന്ന് പറയുന്ന ആ ചെറിയ വാക്യം പോലെ വേറൊരു കൊച്ചു വാക്യവും വേദപുസ്തകത്തിലുണ്ട്. അതേതാണെന്നറിയാമോ? യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു. പക്ഷെങ്കിൽ കർത്താവ് എപ്പോഴും എന്ത് ചെയ്യുന്നയാളായിരുന്നു? ദൈവത്തിൽ സന്തോഷിക്കുന്നയാളായിരുന്നു. അതുകൊണ്ടല്ലേ സന്തോഷത്തിൻ്റെ ആ തിരത്തള്ളൽ ശിഷ്യന്മാരോടുള്ള വാക്കുകളിൽ പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിതാവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ. കർത്താവ് ആനന്ദത്താൽ നിറഞ്ഞിട്ടാണ് അത് പറയുന്നത്. നോക്കുക, അപ്പോൾ കർത്താവിൻ്റെ സന്തോഷം എന്തിൻ്റെ വെളിച്ചത്തിലായിരുന്നു? ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാണെന്നുള്ളതായിരുന്നു സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെയെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ 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 ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ആർക്കും സന്തോഷിക്കാൻ കഴിയത്തില്ല. ബാക്കിയുള്ള സന്തോഷങ്ങളെല്ലാം നൈമിഷികമാണ്. അബൈഡിങ് ജോയ് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഗാഠമാകുന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ പഴയ നിയമത്തിൽ വായിച്ച സങ്കീർത്തന ഭാഗത്ത് നമ്മളിപ്പോൾ കണ്ടു, നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പിൻ. റൈച്ചസ്, those who have a right relationship with the Father, only they can rejoice in the Lord. Those who have a right relationship with the Father, അതാ റൈച്ചസ്നെസ്. റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നീതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ റൈച്ചസ്നെസ്
റൈച്ചസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം he who has a right relationship with God. അതാ റൈച്ചസ്നെസ്. മനസ്സിലാകണേ, സ്വയനീതിയല്ല, ചെയ്തു കൂട്ടുന്ന സ്വയനീതിയല്ല റൈച്ചസ്നെസ്. പിന്നെയോ റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ, നീതി എന്ന് പറഞ്ഞാൽ റൈറ്റ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പീൻ. എങ്ങനെയാണ് നമ്മൾ നീതിമാന്മാരാകുന്നത്? ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. എങ്ങനെയാ നീതിമാന്മാരായി തീർന്നത്? നമ്മളെ നീതീകരിച്ചത് എന്തുകൊണ്ടാ? യേശുവിൻ്റെ നിർദോഷവും വിലയേറിയതുമാകുന്ന രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടു. നമുക്ക് പകരമായിട്ട് അത് പ്രായശ്ചിത്തമാക്കപ്പെട്ടു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. അതിനാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമർ 5:1-2. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അപ്പോൾ ആ റൈറ്റ് റിലേഷൻഷിപ്പാണ് ദൈവത്തിലുള്ള സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. അല്ലാതെ സാഹചര്യങ്ങളല്ല, നന്മകൾ വരുന്നതല്ല, എപ്പോഴും ആരോഗ്യമുള്ളതല്ല, എപ്പോഴും സന്തോഷകരമാകുന്ന സാഹചര്യമുള്ളതല്ല. റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഈസ് ദ ബേസിസ് ഓഫ് റിജോയ്സിങ് ഇൻ ദ ലോർഡ്. ദൈവമായിട്ടുള്ള റൈറ്റ് റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ, ഞാൻ വീണ്ടും പറയട്ടെ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ സന്തോഷം എന്താണെന്ന് അറിയുവാനെങ്കിലും കഴിയത്തുള്ളൂ. അതറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബുദ്ധി പറയുന്നു. എത്ര വർഷം ഈ സഭയിൽ നിങ്ങൾ മെമ്പറായിരുന്നു എന്നുള്ളത് വിഷയമല്ല. ഗെറ്റ് റൈറ്റ് വിത്ത് ഗോഡ്. ഗെറ്റ് റൈറ്റ് വിത്ത് ഗോഡ്. ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. Only then and only then you will experience the joy of the Lord. The joy of the Lord. The joy of the Lord. അതാണ് യാഹിലെ സന്തോഷം എൻ്റെ ബലമാകുന്നു. എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. സമയം എന്നെ അനുവദിക്കുന്നില്ല. ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പോൾ അതാണ് ഒരു കാര്യം, ദൈവഭക്തിയുടെ ഒരു ലക്ഷണമായിട്ട് പൗലോസ് പറയുന്നത്. പിന്നെ നമുക്കറിയാം, സങ്കീർത്തനം 95:2 നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക. 104 അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും. അപ്പോൾ സന്തോഷം മാത്രമല്ല, താങ്ക്സ് ഗിവിങ്, സ്തോത്രം. പിന്നെ നമുക്കറിയാം, സങ്കീർത്തനങ്ങളിലൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രാർത്ഥനകളാണ്. ഒന്നും എടുത്ത് വായിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ദൈവവചനം, പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് ദൈവഭക്തിയുടെ പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളാണ്. എന്തൊക്കെ? കർത്താവിലുള്ള സന്തോഷം, ദൈവിക സാന്നിധ്യത്തിൽ ഹൃദയം പകരുവാൻ കഴിയുന്ന അനുഭവം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ കഴിയുന്ന അനുഭവം. ഇതെല്ലാം ദൈവഭക്തിയുടെ ലക്ഷണങ്ങളാണ് ദൈവവചനപ്രകാരം. ഇത് പൗലോസ് മറ്റൊരു ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 5:16 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് എടുത്ത് വായിച്ചോ. 1 തെസ്സലോനിക്കർ 5:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ സമയം പെട്ടെന്ന് പോകുന്നു. വായിച്ചോ. നോക്കുക, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. അപ്പോൾ സന്തോഷം, പ്രാർത്ഥന, സ്തോത്രം, ഇതിൻ്റെ ഫലമായിട്ട് ദൈവം ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതെന്തുവാ? ദൈവിക സമാധാനം. നോക്കണേ, സന്തോഷം, റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, പിന്നെ പ്രാർത്ഥന, ലോങ്ങിങ് ഫോർ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവിക സാന്നിധ്യത്തിന് വേണ്ടിയിട്ടുള്ള വാഞ്ച, സ്തോത്രം, താങ്കിങ് ഗോഡ് ഫോർ ദ പ്രിവിലേജ് ഓഫ് കമ്മിങ് ഇൻ ടു ഹിസ് പ്രസൻസ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൂരസ്ഥരായിരുന്ന അടിയങ്ങളെ
ഞങ്ങളെ സമീപസ്ഥരാക്കിയല്ലോ, അബ്ബാ പിതാവേ എന്ന് വിളിച്ചോണ്ട് അങ്ങോട്ട് കയറി വരാനുള്ള ഒരു പദവി തന്നല്ലോ. നന്ദി അപ്പച്ച, നന്ദി നന്ദി നന്ദി. സ്തോത്രം സ്തോത്രം ചെയ്യുക, പ്രാർത്ഥന കഴിക്കുക, ദൈവത്തിന് നന്ദി കരയറ്റുക, കർത്താവിൽ സന്തോഷിക്കുക. അങ്ങനെ സന്തോഷിച്ച് നന്ദി കരയറ്റി ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള പ്രോമിസ് എന്താ? സകല ബുദ്ധിയെയും കവിയുന്ന. ഇത് ഇത്രത്തോളം ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിലെ കാര്യമാണ്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇലിസ്ട്രേഷൻ എടുത്ത് വായിക്കാതെ തന്നെ നമുക്കറിയാം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലാണ്, 1-ാം അധ്യായത്തിലാണ് നമുക്ക് കാണാതറിയാം. ഹന്ന എന്ന് പറയുന്നൊരു സ്ത്രീയെക്കുറിച്ച്. അവൾ ദൈവസന്നിധാനത്തിലോട്ട് ചെന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. പക്ഷെങ്കിൽ അവിടെ സാഹചര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഈ വേദോസം വായിക്കുമ്പം ചിന്തിക്കരുത് ഇന്നലെ അവൾ അവിടെ പോയി പിറ്റേ ദിവസം ദൈവം ഒരു വലിയ കാര്യം ചെയ്തു. അങ്ങനൊന്നുമല്ല. നമ്മുടെ പ്രശ്നം അതാ. യോസഫിൻ്റെ കാര്യം വായിക്കുമ്പോഴും നമ്മൾ ഈ യോസഫ് മിസ്രൈമിൽ 2ാമനായി തീർന്നത് തൊട്ട് അങ്ങോട്ടാണ് ചിന്തിക്കുന്നത്. അങ്ങനൊന്നുമല്ല ചിന്തിക്കേണ്ടത്. എത്ര വർഷങ്ങളുടെ ദൈർഘ്യം ഉണ്ടെന്നറിയാമോ? അത് നമ്മളെപ്പോലെ തന്നെ. നമ്മളെപ്പോലെ തന്നെ. അങ്ങനെയെങ്കിൽ അവിടെ ദൈവസന്നിധാനത്തിൽ ചെന്നേച്ച് തിരിച്ചു വരുമ്പം ഹന്നായെക്കുറിച്ച് എഴുതിയേക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? വായിച്ചിട്ടുണ്ടോ? പിന്നെ അവിടെ മുഖം സകല ബുദ്ധിയെയും കവിയുന്ന. ലുക്ക് അറ്റ് ദാറ്റ്. സാഹചര്യം മാറിയോ? ഇല്ല, സാഹചര്യം മാറിയില്ല. സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റവും വന്നില്ല. സാഹചര്യങ്ങൾക്ക് അതീതമാകുന്ന ദൈവിക സമാധാനം. അതാ പൗലോസ് പറയുന്നേ. ഇതനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അതോ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി നമ്മളിങ്ങനെ അങ്ങ് വല്ല ചാതിയൊക്കെ കഴിയുന്നു? അത് നമ്മൾ നമ്മെ തന്നെ ശോധന ചെയ്യണം. ആകട്ടെ, നമുക്ക് ആ ഭാഗം അല്പം അതിൻ്റെ ഒരു വിഷയം ഒന്ന് ചിന്തിക്കാം. അത് മുഴുവൻ പറയാൻ എനിക്ക് നേരമുണ്ടോ എന്ന് സംശയമുണ്ട്. എങ്കിലും ഒരു കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ പറഞ്ഞു, സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനിയും ആ ഭാഗത്ത് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ 2ാമത് നമ്മൾ വായിക്കുന്ന ഒരു വിഷയം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഞാൻ ഈ വാക്യം വായിച്ചിട്ട് പല പ്രാവശ്യം കണ്ണു തുറന്ന് വായിച്ചു നോക്കി. അങ്ങനെ തന്നെയാണോ എഴുതിയേക്കുന്നത്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെ എനിക്ക് സംശയം തോന്നി, അങ്ങനെ തന്നെയാണോ? ഞാൻ പല ഭാഷാന്തരങ്ങളും നോക്കി. അങ്ങനെ തന്നെയാണോ എഴുതിയേക്കുന്നത്? എല്ലാ ഭാഷാന്തരത്തിലും അങ്ങനെ തന്നെയാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സാമുവേൽ, വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വിചാരപ്പെടുക എന്ന് പറഞ്ഞാൽ ചിന്തയുള്ളവരാകരുത് എന്നല്ല അർത്ഥം. അത് ഇമ്പോസിബിളാണ്. കരുതലുള്ളവരാകരുത് എന്നല്ല അർത്ഥം. കാരണം ഇത് എഴുതിയ പൗലോസ് തന്നെ പറഞ്ഞത്, എനിക്കിങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടാതെ സകല സഭകളെക്കുറിച്ചുള്ള ചിന്താഭാരം ഉണ്ടെന്നാണ് എഴുതിയേ. വായിച്ചിട്ടുണ്ടോ? അപ്പം ചിന്തയില്ലാതിരിക്കുന്ന, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുന്ന അനുഭവമല്ല വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ. വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ
ചിന്താകുലമുള്ളവരാകരുത്, ആകുല ചിന്തയുള്ളവരാകരുതെന്നാണ് അർത്ഥം. നമ്മൾ മനസ്സിലാക്കണം, പുതിയ നിയമത്തിലെ അനേക കൽപ്പനകളിൽ ഒന്നാണ് വിചാരപ്പെടരുത് എന്ന കൽപ്പന. നമുക്കറിയാം, സ്നാനം എന്ന് പറഞ്ഞാൽ കൽപ്പനയാണെന്നറിയാം. ആ ഒരു കൽപ്പന മാത്രമേ അവസാനത്തെ കൽപ്പനയായിട്ട് നമുക്കറിയത്തുള്ളൂ. അന്യോന്യം സ്നേഹിപ്പീൻ എന്നുള്ളത് കൽപ്പനയാണെന്ന് നമ്മൾ പറയാറേയില്ല. തമ്മിൽ തമ്മിൽ ക്ഷമിപ്പീൻ എന്നുള്ളത് കൽപ്പനയാണെന്ന് നമുക്ക് തിരിച്ചറിവ് പോലുമില്ല. വിചാരപ്പെടരുതെന്നുള്ളത് കൽപ്പനയാണെന്ന് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാൽ സ്നാനം പോലെ, പഴയ നിയമത്തിൽ കൊല ചെയ്യരുതെന്ന് പറയുന്നത് പോലെ, മോഷ്ടിക്കരുതെന്ന് പറയുന്നത് പോലെ, മോഹിക്കരുതെന്ന് പറയുന്നത് പോലെ, അങ്ങനെയുള്ള അടിസ്ഥാനപരമാകുന്ന കൽപ്പനകളിൽ ഒന്നാണ് വിചാരപ്പെടരുത് എന്നുള്ള കൽപ്പന. ചിന്താകുലമുള്ളവരാകരുത് എന്ന കൽപ്പന. നിങ്ങളിങ്ങനെ ചിന്തിക്കുക, സ്നാനപ്പെടാനൊക്കെ പറയുന്ന കൽപ്പനയൊക്കെ എങ്ങനെയൊക്കെ അങ്ങ് അനുഷ്ഠിക്കാം. പക്ഷെ ഈ കൽപ്പന എങ്ങനെ അനുഷ്ഠിക്കാൻ പറ്റുന്നേ? കൽപ്പനാലംഘനം പാപമാണോ? ആണോ? അല്ലേ? കൽപ്പനാലംഘനം പാപമാണെങ്കിൽ ആകുല ചിന്തയുള്ളവരാകരുത് എന്ന കൽപ്പന ലംഘിച്ച പാപമാണോ അല്ലയോ? പറയാൻ എന്നാ ഒരു മടി? അത് കൽപ്പനയാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടായിരിക്കും. മറ്റു കൽപ്പന പറഞ്ഞു വെക്കുന്ന പോലെ തന്നെയാണ്. ഇനിയും നിങ്ങൾ പറയാം, അത് പൗലോസ് അല്ല പറഞ്ഞേ. എന്നാൽ പൗലോസ് ഈ പറഞ്ഞ കൽപ്പന കർത്താവ് പറഞ്ഞ കൽപ്പനയുടെ ഒരു പ്രതിഫലനം മാത്രമാണ്. നമുക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒന്നാണ് എന്ത്? വിചാരപ്പെടരുത്. അപ്പൊ പൗലോസിന്റെ ഇൻവെൻഷൻ ഒന്നും അല്ല ഈ കൽപ്പന. പിന്നെ ആരുടെ കൽപ്പനയാ? കർത്താവിൻ്റെ കൽപ്പനയാ. അപ്പൊ കർത്താവിൻ്റെ കൽപ്പന നമ്മൾ ലംഘിച്ചാൽ നിശ്ചയമായിട്ടും അത് പാപമാണ്. ഇനി വിചാരപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് താനും. വിചാരപ്പെടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ പറയുന്നില്ല, കാരണം ഇപ്പോൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ വിചാരപ്പെടാൻ തുടങ്ങും, ഓർപ്പിച്ച് തന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ലിസ്റ്റ് പറയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളിൽ ആകുല ചിന്തയില്ലാത്തവരാരേലും ഉണ്ടോ? ആരുമില്ല. അറ്റ്ലീസ്റ്റ് വി ആർ ട്രൂത്ത്ഫുൾ അബൌട്ട് ദാറ്റ്. നമ്മളാരുമില്ല. സ്വഭാവ രീതി അനുസരിച്ച് നമ്മൾ പലരും ഭയങ്കര ആകുല ചിന്തയുള്ളവരാ. നമ്മുടെ ബേസിക് ടെമ്പറമെൻ്റ് എന്ന് പറയുന്നത് ഈ ആകുല ചിന്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ എപ്പോഴും നമ്മിൽ ഭൂരിഭാഗം പേരിലും ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. നൈസർഗികമായിട്ട് ശ്രദ്ധിച്ച് കേട്ടോണേ,
നൈസർഗികമായിട്ട് അല്ലെ ജന്മന ശുഭാപ്തി വിശ്വാസമുള്ളവർ വളരെ ചുരുക്കം. ചിലരുണ്ട് ജന്മന അവരെന്താണെന്നറിയോ, ഭയങ്കര ശുഭാപ്തി വിശ്വാസികളാണ്. അവരുടെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരൊരു കൂട്ടത്തിൽ ചെന്നാൽ അവരുടെ ആ പ്രസൻസ് തന്നെ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകും. കാരണം ജന്മന അവരുടെ ടെമ്പറമെൻ്റ് അതാ. ബാക്കി കൂടുതൽ പേരും ജന്മന ഈ ഒരു കഴിവില്ലാത്തവരാ. മനസ്സിലാക്കണേ. അപ്പോൾ അങ്ങനെയുള്ള നമ്മളോട് ഒരു 100 പ്രാവശ്യം ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുക, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ഒന്നും പറയരുത്, പോസിറ്റീവ് മാത്രമേ പറയാവൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ചിലർ ചിന്തിക്കുന്നേ, എനിക്കിപ്പോൾ ഒരു രോഗമുണ്ട്, അത് രോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവാണ്, വിശ്വാസത്തിൻ്റെ കുറവാന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനൊന്നുമല്ല. അങ്ങനെ അന്ന് ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ കുറവുള്ളവൻ പൗലോസും ഒക്കെ ആയിരുന്നു, എപ്പഫ്രാദിത്തോസും ഒക്കെ ആയിരുന്നു. അങ്ങനൊന്നുമല്ല. അപ്പോൾ ജന്മന ആകുല ചിന്തയുള്ളവരാകാനുള്ള ഒരു ടെൻഡൻസി ഉള്ളവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയുള്ള എന്നോട് നിങ്ങളോടും എത്ര പ്രാവശ്യം വേദം ഓതിയാലും ഈ പറയുന്ന ഒന്നും നടക്കില്ല. എന്ത് വിചാരപ്പെടരുതെന്നൊന്നും പറഞ്ഞാൽ ഒന്നും നടക്കുകയല്ലെന്നേ. അത് കർത്താവിനും അറിയാം. പ്രിയമുള്ളവരെ, നമ്മൾ ആകുല ചിന്ത ഇല്ലാതിരിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത് നമ്മൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായതുകൊണ്ടൊന്നും അല്ല. പിന്നെ എന്താണെന്നറിയോ, മാറ്റമില്ലാത്ത മാറിപ്പോകാത്തവനാകുന്ന കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലാക്കണേ, കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. പിന്നെ എൻ്റെ ഈ നെഗറ്റീവ് തോട്ടിനെയൊക്കെ ഓവർകം ചെയ്യാൻ കഴിയുന്ന എൻ്റെ ടെമ്പറമെൻറ്റിനപ്പുറമായിട്ട് ഒരു സ്പിരിറ്റ് കൺട്രോൾഡ് ടെമ്പറമെൻറ്റിലേക്ക് ഞാൻ വരുമ്പോഴേ എനിക്ക് ആകുല ചിന്തയില്ലാത്തവനായി ഇരിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ എത്ര ശ്രമിച്ചാലും നടക്കത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെട്ടാൽ മാത്രമേ എനിക്ക് ആകുല ചിന്തയില്ലാതിരിക്കാൻ കഴിയത്തുള്ളൂ. അതിനേറ്റവും നല്ല മാതൃക പൗലോസ് തന്നെ. കാരണം ഇപ്പം ഈ എഴുതുന്ന ലേഖനം എവിടുന്നാന്ന് നമുക്കറിയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് തന്നെ അനുഗമിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തത് എന്താണെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:27 ഒന്ന് വായിക്കണം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ശ്രദ്ധിക്കണേ, ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ, ലോകത്തിലെ എത്ര കേമനായ സൈക്കോളജിസ്റ്റിനും കൗൺസിലിംഗ് തരാൻ പറ്റും. പക്ഷെ അവൻ തന്ന കൗൺസിൽ എൻ്റെ ഉള്ളിൽ വ്യത്യാസം ഉണ്ടാക്കാൻ അവനെ കൊണ്ട് കഴിയത്തില്ല. എന്നാൽ ലോകം തരുന്നത് പോലെയല്ല
ഞാൻ തരുന്ന സമാധാനം ലോകക്കാർ പറയുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. എൻ്റെ സമാധാനം, ശ്രദ്ധിക്കണേ, ഇന്നെനിക്ക് തോന്നിയ ആ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നെന്ന് കർത്താവ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞതെന്നറിയാം? ഈ വാക്യങ്ങൾ പറഞ്ഞത് ഏത് സമയത്താണ് പറഞ്ഞതെന്നറിയാം? ഏത് സമയത്താണ് പറഞ്ഞേ? കർത്താവിനെ പിടിച്ച, കർത്താവിനെ അറസ്റ്റ് ചെയ്ത ആ രാത്രിയിലാണ് കർത്താവ് ഇത് പറഞ്ഞത്. ശ്രദ്ധിക്കണേ, ഏത് സമയത്താണ് കർത്താവ് ഇത് പറഞ്ഞേ? ഗിരിപ്രഭാഷണം നടത്തിയപ്പോഴല്ല കർത്താവ് പറഞ്ഞത്. ലാസറിനെ ഉയർപ്പിച്ചപ്പോഴല്ല കർത്താവ് പറഞ്ഞത്. 5000 പേരെ 5 അപ്പം കൊണ്ട് പോഷിപ്പിച്ചപ്പോഴല്ല കർത്താവ് പറഞ്ഞത്. ജനങ്ങളെല്ലാം കൂടെ വന്ന് കർത്താവിനെ രാജാവാക്കാൻ തുടങ്ങിയപ്പോഴല്ല ഇത് പറഞ്ഞത്. അവിടുത്തെ ലാവണ്യ വാക്കുകൾ കേട്ട് എല്ലാവരും കർത്താവിനെ പുകഴ്ത്തിയപ്പോഴല്ല ഇത് പറഞ്ഞത്. ഇവൻ സംസാരിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പടയാളികൾ ചെന്ന് തിരിച്ച് പരീശന്മാരോടും മഹാപുരോഹിതന്മാരോടും തിരിച്ച് എന്ന് റിപ്പോർട്ട് ചെയ്തപ്പോഴല്ല കർത്താവ് ഇത് പറഞ്ഞത്. കർത്താവ് ഇത് പറഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? തനിക്ക് അനുഭവിപ്പാനുള്ളതെന്തെന്ന് മുൻപിൽ കണ്ടുകൊണ്ടാണ് കർത്താവ് ഇത് പറഞ്ഞത്. ശ്രദ്ധിക്കണേ, തനിക്ക് അനുഭവിപ്പാനുള്ളതെന്തെന്ന് മുൻപിൽ കണ്ടുകൊണ്ടാണ് കർത്താവ് ഇത് പറഞ്ഞത്. പക്ഷെ താൻ അനുഭവിപ്പാനുള്ളത് എന്താണെന്ന് താൻ മുൻപിൽ കാണുമ്പോഴും കർത്താവിൻ്റെ കാഴ്ച എവിടെ ആയിരുന്നെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം. യെസ്, ഇത് സംസാരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞതൊക്കെ സംസാരിച്ചിട്ട് യേശു എങ്ങോട്ട് നോക്കി? ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അപ്പൊ കർത്താവിൻ്റെ നോട്ട് എപ്പോഴും എവിടെ ആയിരുന്നു? സ്വർഗത്തിലോട്ടായിരുന്നു. ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് കടക്കാൻ പോകുമ്പോഴും നോട്ടം ആ ഗതസമനയ്ക്കും ഗൊൽഗോഥായ്ക്കും അപ്പുറം എങ്ങോട്ടായിരുന്നു? സ്വർഗത്തിലോട്ടായിരുന്നു. അപ്പൊ ഗൊൽഗോഥായ്ക്കും ഗതസമനയ്ക്കും ഗൊൽഗോഥായ്ക്കും അപ്പുറം സ്വർഗത്തെ കണ്ടുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് ക്രൂശിൻ്റെയും ഗൊൽഗോഥായുടെയും അനുഭവം അടുത്ത മണിക്കൂറിൽ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിന് എന്ത് പറയാൻ കഴിയും? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്നത് പോലെയല്ല. കാരണം ലോകത്തിന് ഇവിടുത്തേത് മാത്രം കാണാൻ കഴിയുമ്പം എനിക്ക് സ്വർഗത്തിലേത് കാണാൻ കഴിയും. എൻ്റെ ശിഷ്യന്മാരെ, ഞാൻ മുഖാന്തരം നിങ്ങൾക്കും അത് കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. പ്രിയമുള്ളവരെ, കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുമ്പോൾ, കാര്യങ്ങളെല്ലാം നമ്മുടെ വഴിയെ പോകുമ്പം ആകുല ചിന്തയുള്ളവരാകല്ലെന്നൊക്കെ പറയാൻ എളുപ്പമാണ്.
എന്നാൽ കർത്താവ് ഇത് പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 22-ാം സങ്കീർത്തനത്തിൽ ഈ കാര്യം കർത്താവിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയേക്കുന്നത്. 22-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരം അരുളുന്നില്ല. മനസ്സിലാക്കണേ, ലോകം തരുന്നത് പോലല്ല എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. എപ്പോഴാ? ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, രാത്രികാലത്തും എനിക്ക് മൗനമായിട്ട് ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ ഉറക്കം വിളിക്കുക. പക്ഷേ ദൈവമേ, അവിടുന്ന് എന്ത് ചെയ്യുന്നില്ല? When God is silent, when God seems to be silent, ദൈവം ഉത്തരം തരുന്നില്ലെന്ന് തോന്നലുളവാക്കുന്ന ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ കാക്കുന്ന സമാധാനത്തിൻ്റെ പേരാണ് ദൈവിക സമാധാനം. അത് ലോകം തരുന്നത് പോലല്ല, ലോകത്തിന് തരാൻ കഴിയത്തില്ല, ലോകത്തിന് എടുക്കാനും കഴിയത്തില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ കർത്താവ് പ്രോമിസ് ചെയ്തത് എന്താ? നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, വിചാരപ്പെടരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. കർത്താവിൻ്റെ സമാധാനം കിട്ടിയെങ്കിൽ വീണ്ടും നാം വിചാരപ്പെട്ടാൽ അത് പാപമാണ്. അതുകൊണ്ടാണത് പാപം. നമുക്ക് തുടർന്ന് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചകൾ അത് ചിന്തിക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു ഭാഗം പോലും പറയാൻ കഴിഞ്ഞില്ല. എങ്കിലും കേട്ടതാകുന്ന വചനം നമുക്ക് ഉപകാരമായി വരട്ടെ. നാം പലതിനെ ചൊല്ലി മനം കലങ്ങിയും ഭാരപ്പെട്ടും കഴിയേണ്ടവരല്ല. നമ്മുടെ കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. യേശു കർത്താവ് കാൽവറിയുടെയും ഗോൽഗോഥായുടെ അനുഭവത്തിൻ്റെ അപ്പുറം സ്വർഗത്തേക്ക് നോക്കിയതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗം നമുക്ക് കാണുന്ന അകലത്തിൽ നമുക്ക് ജീവിക്കാം. സ്വർഗത്തോട്ട് നമുക്ക് നോക്കാം. നമ്മുടെ കർത്താവ് ആരാണെന്നുള്ളതൊന്ന് ഗ്രഹിക്കാം. നമ്മുടെ കർത്താവ് അവിടുത്തെ സിംഹാസനത്തിലുണ്ട്. യഹോവ അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സർവ്വഭൂമിയും അവൻ്റെ മുൻപാകെ മൗനമായിരിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് ചുരുക്കമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.